ആരെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദിവസമാണ്. അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങളായിട്ടുള്ള ഡെൻറ്റൽ വറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഡെൻറ്റിസ്റ്റിനെ കാണാൻ പേടിക്കുന്നു. ഡെൻറ്റിസ്റ്റിനെ പറ്റി പല തരത്തിലുള്ള വറീസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ ചെയ്യുവാൻ പേടി, ചില കാര്യങ്ങൾ ചെയ്തതിനെക്കുറിച്ചുള്ള വിഷമം, ഇതെല്ലാം പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കുന്ന ദിവസമാണെന്ന്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുവേണ്ടി ലൈവായിട്ട് വരികയാണ്. അടുത്ത ഒരു അരമണിക്കൂർ കൂടി നമുക്ക് ലൈവിന് പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ ഇഫ് യു ഹാവ് എനി ക്വറീസ് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു put a comment and then we can answer that comment and then we can go ahead. മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ പറയാൻ ശ്രമിക്കാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് പലർക്കും പല്ലു ഡോക്ടർ എന്നുള്ള ഈ ചാനലിൽ വന്നു. ഏതാണ്ട് 19,500 പേര് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നു. അപ്പോൾ അനേകർക്ക് ക്വറീസ് ഉണ്ട്, പലരും കമൻ്റായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊന്ന് ലൈവിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, പല്ലിനെ കുറിച്ചോ പല്ലിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചോ സംശയങ്ങളുണ്ടെങ്കിൽ 6 പേരോളം നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രാവശ്യം ഒരു വ്യത്യാസത്തിന് ഇതിനകത്താണ് നമ്മൾ ചാറ്റായിട്ട് തന്നു കഴിഞ്ഞാൽ ഹായ് ഷേഖ മോഹൻ, ഫ്രണ്ട് ടീത്ത് ഗ്യാപ്പ് ഇഷ്യൂ. ഗുഡ് മോർണിംഗ് ബബിത ശർമ്മ, വാട്ട് ടു ഡു വിത്ത് ഫ്രണ്ട് ബിഗ് ടീത്ത്. ഓക്കെ, 2 പേര് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ശ്വേത ആദ്യം ചോദിച്ച കാര്യം പറയാം. ഗ്യാപ്പുള്ള പല്ലുകളെക്കുറിച്ച് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽഡായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒന്ന് പക്ഷേ ഗ്യാപ്പിനെ പറ്റി ശ്വേത ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഗ്യാപ്പുള്ള പല്ലുകൾ പലതരത്തിൽ ചികിത്സിക്കാം. ഒന്ന്, സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന പോലെ പല്ല് കമ്പിയിടാം. പല്ല് കമ്പിയിടുന്ന ചെറിയ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ ഒറ്റ രവീന്ദ്ര കശ്യപ്, ഹൗ ആർ യു സർ? ഐ എം ഫൈൻ. പ്രതീഷ് കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ശ്വേതയുടെ ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാപ്പുള്ള പല്ലുകളിൽ നമ്മുടെ ചെറിയ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ ഒറ്റക്കമ്പിയിട്ട് ഇപ്പോൾ താഴത്തെ മുകളിലത്തെ പല്ലിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ കടിച്ച് പിടിക്കുമ്പോൾ താഴത്തെ പല്ലുകളും മുകളിലത്തെ പല്ലും മുട്ടുന്നില്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കമ്പിയിട്ട് ശരിയാക്കാം. അതിലും വലിയ ഗ്യാപ്പാണെങ്കിൽ ചിലപ്പോൾ പല്ലുകളിൽ കമ്പിയിട്ട്, പല പല്ലുകളിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കമ്പിയിട്ട് താഴ്ത്തുന്നതായിരിക്കും ഏറ്റവും ഭംഗി. അഥവാ അല്ലെങ്കിൽ ഇത് പല്ല് കമ്പിയിടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അലൈനേഴ്സ് ഓപ്ഷനുണ്ട്. ചെറിയ ഗ്യാപ്പുകളാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യുന്ന ഡയറക്റ്റ് വെനിയേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി വലിയ ഗ്യാപ്പാണെങ്കിൽ വെനിയേഴ്സ് ചെയ്യാം. മനോജ് ഹായ്. ശ്വേതയുടെ ആൻസറാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്യാപ്പുകൾ പലതരത്തിൽ ചികിത്സിക്കാം. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ഗ്യാപ്പ് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്നുള്ള വീഡിയോ നിങ്ങൾ കാണുക. സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് 9946602221 എന്നുള്ള. ലിൻസി മോഹൻ ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ആദ്യം ചോദിച്ച ശ്വേതയുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തെന്ന് തോന്നുന്നു. ശ്വേത ഈസ് സ്റ്റിൽ വാച്ചിങ്, ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഞാൻ കണ്ടു. അത് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ വലിപ്പം കൂടുതലാണ്. ഹൗ ടു ഡു വിത്ത് ഫ്രണ്ട് ബിഗ് ടീത്ത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, വിഡ്ത്തിൻ്റെ കൂടുതലായിരിക്കാം, പല്ലിൻ്റെ വിഡ്ത്ത് കൂടുതലായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ലെങ്ത് കൂടുതലായിട്ട് തോന്നുന്ന ആളുകളുണ്ട്. പല്ല് കാണുമ്പോൾ വിഡ്ത്ത് കൂടുതലാണെങ്കിൽ അതിന് IPR, ഇൻ്റർ സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞ സാധനം ചെയ്തതിന് ശേഷം ലെസൺ ഫ്രം റോം ഹായ്. അപ്പോൾ ഗ്യാപ്പ് കൂടുതൽ അഥവാ പല്ലിൻ്റെ വിഡ്ത്ത് കൂടുതലാണെങ്കിൽ പല്ലിൻ്റെ വിഡ്ത്ത് കുറയ്ക്കാനുള്ള IPR, ഇൻ്റർ റിഡക്ഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് ചെയ്യുമ്പോൾ പുളിപ്പുണ്ടാകുമോ എന്നെല്ലാം പലർക്കും പേടിയുണ്ട്. പക്ഷേ ഇൻ്റർ റിഡക്ഷൻ സാധാരണ 0.25 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററിൻ്റെ 4/1 മാത്രമാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. റെഡ്യൂസ് ചെയ്തതിന് ശേഷം പല്ലുകളുടെ ആ ഭാഗത്തേക്ക് താഴ്ത്തിക്കൊണ്ട് പോയാൽ സാധാരണ വിഡ്ത്ത് കുറയ്ക്കാൻ സാധിക്കും. ഇനി അതിലും കൂടുതൽ വിഡ്ത്തുള്ളവർ, സാധാരണ ഒരു പല്ലിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഹൈ ഡോക്ടർ എന്ന് അയച്ചിട്ടുണ്ട്. എറിക്ക ഹായ്. ഒന്നുകിൽ ചെറിയ പല്ല് എന്ന് പറയുന്നത് സാധാരണ ഒരു 10 മില്ലിമീറ്ററൊക്കെയാണ്
ഒരു പല്ലിൻ്റെ വിഡ്ത്തായിട്ട് വരുന്നത്. അതിലും കൂടുതൽ വിഡ്ത്ത് എപ്പോഴും നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ ഒരാൾക്ക് പൊക്കം കുറവാണെങ്കിൽ, ഹായ് ബബിത ശർമ്മ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വിഡ്ത്ത് സാധാരണ കൂടുതലാണ്. ഇപ്പോൾ ഒരാൾക്ക് പൊക്കം കുറവുള്ള ആൾക്ക് തടി കൂടുതലാണെങ്കിൽ അവർക്ക് ഭയങ്കര തടിയാണെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് ലെങ്ത് ടു വിഡ്ത്താണ് നമ്മളിപ്പോഴും നോക്കുന്നത്. ഇപ്പോൾ ഗോൾഡൻ പ്രൊപ്പോർഷൻ എന്ന് പറയും, ഒരു പ്രൊപ്പോർഷനുണ്ട് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് നോക്കിയിട്ട് വിഡ്ത്ത് നോക്കുമ്പോൾ, അപ്പോൾ ആ വിഡ്ത്താണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. ലെങ്ത് ടു വിഡ്ത്ത് പ്രൊപ്പോർഷനേറ്റ് ആക്കുക. അതിനൊന്നുകിൽ IPR ചെയ്യാം. ഇനി വളരെയധികം വിഡ്ത്ത് കൂടുതലാണെങ്കിൽ വി ക്യാൻ ഡു എ ക്രൗൺ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ക്രൗൺസ് ഉണ്ട്. നമുക്ക് വിഡ്ത്ത് കുറയ്ക്കാവുന്ന ക്രൗൺസ് ഉണ്ട്. സാധാരണ ക്രൗൺ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ക്രൗൺ ചെയ്യുമ്പോൾ പല്ല് വലുതാവില്ലെന്ന്. ചെറുതാക്കാൻ വേണ്ടിയുള്ള ക്രൗൺസും വെനിയേഴ്സ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ വേണ്ടി വന്നാൽ ചെയ്യാം. ഇനി ലെങ്ത് കൂടുതലാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. ചെറിയ ലെങ്ത് വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് ആക്കാൻ വേണ്ടിയൊക്കെ 1 മില്ലിമീറ്റർ താഴെ വരെയുള്ള ഇത് ഇനാമലോപ്ലാസ്റ്റി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇനാമലോപ്ലാസ്റ്റി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പ് വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഗ്രൈൻഡ് ചെയ്യല്ല. ഇനാമലോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഇനാമൽ മാത്രമാണ്. ഹായ് ശരണ്യ നന്ദകുമാർ ലൈവിലുണ്ട്. രവീന്ദ്ര കശ്യപ്. ശരണ്യ നന്ദകുമാർ ഒരു വലിയ യൂട്യൂബറാണ്. വളരെ കാലമായിട്ട് നമുക്കറിയാവുന്ന ആളാണ്. പല്ല് നന്നാക്കിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ എനിക്ക് വളരെയധികം യൂട്യൂബിലൂടെ നല്ല രീതിയിൽ എന്നെ പറ്റി സംസാരിക്കുകയും വളരെയധികം സന്തോഷം. ശരണ്യ എൻ്റെ ലൈവ് കാണുന്നതിൽ. സുബി ഹായ് ഡോക്ടർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പല്ലിൻ്റെ വിഡ്ത്തിനെ പറ്റിയാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് പല്ലിൻ്റെ വിഡ്ത്ത് കുറയ്ക്കാൻ വേണ്ടി പല ഓപ്ഷൻസിനകത്ത് ഒന്ന് IPR ചെയ്യാം, ഒന്ന് ക്രൗൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ സെഷൻ ഡു മോർ ഓഫൺ. താങ്ക് യു ശരണ്യയുടെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. താങ്ക് യു ശരണ്യ ഫോർ കമ്മിങ് ഓൺ ലൈവ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിഡ്ത്ത് കൂടുതലുള്ളവർക്ക് ഒന്നുകിൽ IPR ചെയ്യാം, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുതലുള്ളവർക്ക് ഇതുപോലെ തന്നെ ഇനാമലോപ്ലാസ്റ്റി ചെയ്യാം. അതുപോലെ തന്നെ ക്രൗണി വളരെയധികം ലെങ്ത്ത് കൂടുതലാണ്. സാധാരണഗതിയിൽ അങ്ങനെ വരുന്നത് മോണരോഗമുള്ളവർക്ക് നമ്മുടെ മോണ ഇറങ്ങിപ്പോയിട്ട് പല്ല് ഇറങ്ങി വരിക എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ താഴത്തെ പല്ലുകളാണെങ്കിൽ മോണ ഇറങ്ങിപ്പോയിട്ട് അതിൻ്റെ പല്ലിൻ്റെ ലെങ്ത്ത് കൂടുതലായിട്ട് തോന്നുക. ഇങ്ങനെയുള്ളവർക്ക് പലതരത്തിലുള്ള ചികിത്സയുണ്ട്. മോണ ഇറങ്ങി പോകുന്നതിന് ആ മോണയുടെ ഭാഗം മോണയുടെ കളറിലുള്ള കോമ്പോസിറ്റ്സ് വെച്ച് കറക്റ്റ് ചെയ്യാം. രവീന്ദ്ര കശ്യപ് സർ, ഓൾവേസ് ഫോർ യു. താങ്ക് യു രവീന്ദ്ര കശ്യപ്. അപ്പോൾ പല്ലിൻ്റെ മോണ ഇറങ്ങിപ്പോയത് പലതരത്തിൽ ചികിത്സിക്കാം. മോണയുടെ ഏരിയയിൽ നമുക്ക് ആ വശത്ത് നമുക്ക് പല്ലിൻ്റെ കളറിലുള്ള കോമ്പോസിറ്റ് ഉപയോഗിച്ച്, പല്ലിൻ്റെ കളറിലോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് മോണയുടെ അതേ കളറിലുള്ള കോമ്പോസിറ്റ് ഉപയോഗിച്ച് നമുക്കതിനെ ഫില്ല് ചെയ്യാം. മഹിമ വൈറ്റി ഹായ്. അപ്പോൾ നമ്മളുടെ മോണയുടെ ഭാഗം മോണയുടെ അതേ കളറിൽ തന്നെ കോമ്പോസിറ്റ് വെച്ച് കറക്റ്റ് ചെയ്തെടുക്കുന്ന ചികിത്സാ രീതിയുണ്ട്. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. അല്ലെങ്കിൽ പല്ല് കൂടുതൽ ഇറങ്ങിപ്പോരുകയോ അല്ലെങ്കിൽ പല്ലിന് മറ്റ് രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ ക്രൗൺ ചെയ്യേണ്ട. സിജി ഹായ് ഡോക്ടർ. ഹായ് സിജി. ദിവ്യ മധു താങ്ക് യു. വീഡിയോസ് വെരി യൂസ്ഫുൾ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പല്ലിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കറക്റ്റ് ചെയ്യാൻ പലതരത്തിലുള്ള ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. കവിൾ ഒരു സൈഡ് ഒട്ടിയത് റെഡിയാക്കാൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ ക്ലിപ്പ് ഇട്ടിരിക്കുകയാണ്. അതിഥി ഇറ്റ്സ് നൈസ് ആൻഡ് അമേസിങ് സർ. താങ്ക് യു. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, കവിളൊട്ടിയത് ശരിയാക്കാൻ സാധിക്കുമോ? കവിളൊട്ടിയത് ശരിയാക്കാൻ സാധിക്കും. കവിളൊട്ടിയ കേസുകളിൽ പല്ലിൻ്റെ ചികിത്സാ രീതികൾ. പക്ഷേ അതിനകത്തൊരു ചോദ്യത്തിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട്. ഓൾറെഡി പല്ല് കമ്പിയിട്ടിരിക്കുകയാണ്. പല്ല് കമ്പിയിട്ടിരിക്കുമ്പോൾ കവിളൊട്ടി പോകുവാനുള്ള സാധ്യത ഉണ്ട്. അത് നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് പല്ല് ഒട്ടിപ്പോയിരിക്കാൻ കാരണം ആ വശം ചവയ്ക്കാതിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ സാധാരണ കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കും. അപ്പോൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ ശോഷിച്ചു പോകും. അതുപോലെ തന്നെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മളുടെ കവിളൊട്ടി പോകുന്നത്. കാരണം ചവയ്ക്കാതിരിക്കുമ്പോൾ കവിളൊട്ടി പോകാതിരിക്കുക. ഒരു വശം മാത്രമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വശത്ത് ചവയ്ക്കാനും
ചവച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ മസിൽസ് കറക്റ്റായി വരാൻ സാധിക്കും. ഇപ്പോൾ ഒരു വശമാണ് ഒട്ടിയിരിക്കുന്നതെങ്കിൽ ആ വശത്ത് കൂടുതൽ ചവയ്ക്കുക, അപ്പോൾ കൂടുതൽ മസ്കുലർ ആവും. അപ്പോൾ ഒരു കൈ ശോഷിച്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വലുതാവും. ചില ആളുകൾ റൈറ്റ് ഹാൻഡ് മാത്രം എക്സസൈസ് ചെയ്യും, അപ്പോൾ അവരുടെ കൈ മാത്രം വലുതായി വരും. അപ്പോൾ 2 കൈ ഒരുമിച്ച് എക്സസൈസ് ചെയ്യാൻ ജിം ഇൻസ്ട്രക്ടർ പറയുന്ന പോലെ ആ വശത്തും കൂടെ ചവയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആൻസർ ചെയ്തെന്ന് തോന്നുന്നു. ശരത്ത് എഴുതിയിട്ടുണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു എന്ന്. മഹിമ വൈറ്റി ലവ് ഫ്രം ഇൻഡോർ. താങ്ക് യു മഹിമ. വി വിൽ ബി വിസിറ്റിംഗ് ഇൻഡോർ സൂൺ. We are having something happening in indoor. Thank you Mahima Vaiti to join me live. Okay, see, we are talking about differences in the form of the shape of the face because of orthodontic treatment. Thank you Subi. Okay, so what happens is when you do orthodontic treatments, if somebody is chewing only on one side, then you might lose that muscle on that side, or it becomes thin on that side. If that's the case, please make sure that you chew on that side also, so that it can be. Aditi Pandey's Dimag here. There is 500 plus. Oh, thank you. ഒരാൾ എന്നെ കാണിച്ചിരിക്കുകയാണ്, ഞാൻ നോക്കിയില്ലായിരുന്നു. We have 500 people watching this live video. Thank you. അപ്പോൾ so there are so many people watching in different languages. If somebody wants to speak in English, I can always speak. I don't know Hindi. There are people from Indore also, I think. Anyway, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് പലതരത്തിൽ നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിനെ പറ്റി ഒരു ശരത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു പേഷ്യൻ്റ് ഇതിനകത്ത് കയറിയെന്ന് തോന്നുന്നു. അന്നേരം ശരത്തെ താങ്ക് യു. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നു കാണും. അവർ പല്ലുകൾ ശരിയാക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്ന് ഇവിടെ വരാറുണ്ട്. എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ് നമ്മുടെ ക്ലിനിക്ക്. ഇവിടെ വന്ന് ശരിയാക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വേദനയായിട്ട്, ഭയങ്കര വേദനയായിട്ട് ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ അവർ പറയുന്നുണ്ട്, പല പ്രാവശ്യം നടന്ന് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ചികിത്സകളാണ് പലപ്പോഴും ചെയ്യുന്നത്. ഗൾഫിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പലരും വിളിക്കാറുണ്ട്. ഫസ്റ്റ് ഭാഗം കഴിഞ്ഞു, ഫസ്റ്റ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ളത് കഴിഞ്ഞിട്ട് വേദനയുണ്ടെന്ന് നമ്മളുടെ വ്യൂവേഴ്സ് കൂടി വരുന്നുണ്ട്. 700 മേളിലായിന്ന് ബബിത ശർമ്മയാണ് കാണിക്കുന്നത്. ബബിത, താങ്ക് യു ഫോർ ഗിവിങ് മീ ദ ഹെഡ്സ് അപ്പ്. ഓക്കെ, സോ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് എ കമൻറ്റ്, then we'll be able to answer that one. Thank you Babida. We'll be able to see lot more people coming in. If you have any queries about dentistry, please put it as a comment, and then I'll be able to tell you what can be the solutions for your problems. So thank you very much for joining me live. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഉണ്ടാകും. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഒന്ന്, ഗ്യാപ്പിനെ പറ്റി നമ്മൾ സംസാരിച്ചു, ഗ്യാപ്പിനുള്ള പല ചികിത്സകളെ പറ്റി സംസാരിച്ചു. പല്ലിൻ്റെ വലിപ്പം കൂടുതൽ, മുൻ പല്ലുകളിൽ വലിപ്പം കൂടുതലുണ്ടെന്ന് പറഞ്ഞു, അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചിരുന്നു. പിന്നീട് നമ്മൾ സംസാരിച്ചത് ഈ പല്ലുകൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ കൂടെ കണ്ടിരുന്നു. അപ്പോൾ വളരെയധികം പേര് താങ്ക് യു ദാറ്റ് യു subscribers have come in lot big numbers and seen my live. For the first time I am doing the live, and still people are there to watch. I want more people to ask me questions, and then I'll be able to tell you. Okay, now അപ്പോൾ പല്ലിൻ്റെ വലിപ്പം കൂടുതൽ പലതരത്തിലുണ്ടാകാം. പല്ലിൻ്റെ വലിപ്പം കൂടുതൽ, പല്ല് തന്നെ വലുതായിരിക്കാം, വിഡ്ത്ത് കൂടുതലുള്ള ആൾക്കാരുണ്ടാകാം, ലെങ്ത്ത് കൂടുതലുള്ള ഉണ്ടാകാം, അത് ജന്മനാ തന്നെ ഉള്ളതുണ്ടാകും, അല്ലെങ്കിൽ മോണരോഗം വന്ന് പല്ലുകൾ ഇറങ്ങിപ്പോകുന്നതിന് ശേഷം, അല്ലെങ്കിൽ പല്ലുകൾ ഇളക്കം വന്നതിന് ശേഷം വരുന്ന പ്രോബ്ലംസ് ഉണ്ടാകാം. അങ്ങനെ പ്രോബ്ലംസ് മോണരോഗം കാരണമുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ അതിന് പലതരത്തിൽ ചികിത്സയുണ്ട്. ഒന്ന്, മോണരോഗത്തിന് ചികിത്സിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഗംസിൻ്റെ കവറേജ് കുറവാകുകയാണെങ്കിൽ ആ ഗമ്മിൻ്റെ കവറേജ് കുറഞ്ഞ ഏരിയസിൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ടൂത്ത് കളേർഡ് കോമ്പോസിറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഗം കളർ അഥവാ പിങ്ക് കളർ, അല്ലെങ്കിൽ നിങ്ങളുടെ മോണയുടെ കളർ എന്താണെന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആക്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് സെറാമിക് ക്രൗൺസിൻ്റെ അകത്ത് സെറാമിക് ക്രൗൺസിൻ്റെ കൂടെ തന്നെ
നമ്മളുടെ ഗമ്മിൻ്റെ ഏരിയ വരുമ്പോൾ ഗം കളേർഡ് ആയിട്ടുള്ള സെറാമിക് ക്രൗൺസ് ചെയ്തെടുത്ത് ആ ഭാഗം മാത്രം ക്രൗൺസ് ചെയ്തെടുത്ത് ലെങ്ത് കുറവുള്ളതുപോലെ നമുക്ക് കാണിക്കാൻ സാധിക്കും. വി ഹാവ് നൗ 900+ people coming there. Lindsay is talking. Lindsay from Israel. 10th നമ്പർ അലൈനർ നല്ല മാറ്റമുണ്ട്. താങ്ക് യു ലിൻസി. ലിൻസി നമ്മുടെ അലൈനർ പേഷ്യൻ്റാണ്. 10th അലൈനർ സ്റ്റാർട്ട് ചെയ്തു, നല്ല മാറ്റമുണ്ടെന്ന് ലിൻസി പറയുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ലിൻസി ഫ്രം ഇസ്രായേൽ. അപ്പോൾ അലൈനറിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, പല രാജ്യങ്ങളിലിരുന്ന് നമ്മളുടെ അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും വളരെയധികം നല്ല റിസൾട്ട്സ് കിട്ടുന്നുള്ളൂ എന്നുള്ളത് വളരെ ഉപകാരമുണ്ട്. സി അലൈനേഴ്സ് ഈസ് വൺ ട്രീറ്റ്മെൻറ്റ് വിച്ച് ആക്ച്വലി ഹാസ് ഗിവൺ അസ് ലോട്ട് മോർ ലിവറേജസ് ഇൻ മെനി നേഷൻസ്. അപ്പോൾ പല രാജ്യങ്ങളിലിരുന്ന് ശരിയാക്കിയത് ഇതാരെ സുബി ഇട്ടിരിക്കും. ആ സൈഡിൽ ഗ്യാപ്പ് ഫില്ലായി, സൈഡിൽ ഗ്യാപ്പ് നല്ലോണം ഉണ്ട്, സൈഡ് നല്ലോണം ഒരു സൈഡിലേക്ക് മാത്രം പോകുന്നത് ഒരു വലിയ പ്രശ്നമല്ല. സിജി ഇട്ടിരിക്കുകയാണ്. എത്ര നാൾ കൂടാതെ നമുക്ക് ഇടാൻ പറ്റും, അത് ഉപയോഗശൂന്യമായെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഓക്കെ, രണ്ട് കാര്യങ്ങൾ പറയാം. സുബി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു വശത്തേക്ക് ആദ്യമേ പല്ലുകൾ നീങ്ങിപ്പോയി, അത് കുഴപ്പമില്ല, എവിടെയാണ് പല്ല് കമ്പിയിട്ടിരിക്കുന്നതെന്ന് അറിയില്ല, ഒരു വശത്തേക്ക് മാത്രമേ. ചില ആളുകളിൽ ഒരു സൈഡിലായിരിക്കാം കൂടുതൽ പല്ലുകൾ നീങ്ങുന്നത്, മറ്റ് ചില ആളുകളിൽ മറ്റൊരു സൈഡിലേക്ക് നീങ്ങിപ്പോകാം. പക്ഷേ അത് ബോണിൻ്റെ തിക്നെസ്, അതുപോലെ പല്ലിൻ്റെ സൈസ്, ഇതെല്ലാം അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതിനെപ്പറ്റി ബുദ്ധിമുട്ടുണ്ടാകും. മറ്റേ വശവും കൂടി അധികം താമസിയാതെ തന്നെ ശരിയായി കിട്ടും. ഡോക്ടറോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുക, മറ്റേ സൈഡ് വേണമെങ്കിൽ സ്ലോ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സമയത്തുള്ള പല്ല് കമ്പിയിടുമ്പോഴുള്ള ആ മാറ്റം ശരിയാക്കാം. മറ്റേ വശവും കൂടെ താണു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കറക്റ്റായിട്ട് ശരിയായിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അടുത്ത ആൾ അയച്ചിരുന്ന കാര്യം എന്താണ്, അതൊന്ന് നോക്കാം, ഒരു മിനിറ്റ്. ഒത്തിരി മെസ്സേജസ് വരുന്നതുകൊണ്ട് ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ ചാറ്റ്സിൽ അയച്ച് പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം റീറ്റേൺ ഇട്ടിരിക്കുക, എത്ര നമുക്ക് ഇടാൻ പറ്റും, അത് ഉപയോഗശൂന്യമായി എങ്ങനെ മനസ്സിലാക്കി. പല്ല് കമ്പി ഇട്ടതിന് ശേഷം ഒറ്റക്കമ്പി ഇട്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. ഒറ്റക്കമ്പി ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിൻ്റെ അടുക്കൽ പോയി കാണിക്കേണ്ട, പ്രത്യേകിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡോക്ടറെ കൊണ്ടത് കാണിക്കണം. 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ഡോക്ടറെ പോയി കാണിക്കുക. ഡോക്ടർ പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് നിർത്താൻ പാടുള്ളൂ. കാരണം ആ ഡോക്ടറിന് അതുകൊണ്ട് ഉപയോഗശൂന്യമായെന്നോ തോന്നിയാൽ പോലും, നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങളത് നിർത്തരുത്. ഡോക്ടർ പറയണം, ഓക്കെ പല്ലെല്ലാം സെറ്റിലായി, നിങ്ങളുടെ ബൈറ്റെല്ലാം കറക്റ്റായെന്ന് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പല്ലിൻ്റെ കമ്പി ഊരി വയ്ക്കാൻ പാടുള്ളൂ. സോ ഫോർ ദോസ് പീപ്പിൾ ഹൂ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്, it went to 900 and now it is 700 people only. So I'm thinking that some of the English speaking crowd is leaving. I was talking about retainers. If you are wearing retainers after the treatment and then okay, Mintu Chaurashi is asking, please upload it to the channel so that we can ask questions. Okay, thank you Mintu. So now see, for those people who are wearing retainers, thank you Guddu Verma. Yes sir. What happens here is basically when you are wearing retainers, you have to go to the dentist or to the orthodontist and see whether your retainers are worn properly, whether the retainers are effective, whether there is any change in the teeth which is coming. So likewise we have to adjust, and then we'll have to be high. Thank you sir. We can watch the whole of the video. Okay, I'll definitely try to upload it. So what happens is when you have you are wearing retainers, you have to go to the dentist or the treating orthodontist. One more, അണപ്പല്ല് ഇടാൻ കഴിയുമ്പോൾ പല്ലുകൾ എനിക്കിടെ പോയപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞാണ് മുമ്പിലെ മഴ നന്നായി പൊന്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം തന്നെ സംസാരിക്കുക. അണപ്പല്ല് പോയ ആളുകൾക്ക് പല്ല് കമ്പി ഇടാൻ പറ്റുമോ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സംസാരിക്കുക, ഒറ്റൊരു മിനിറ്റ് ഇത് പറഞ്ഞോട്ടെ. റീറ്റെയിനേഴ്സ് വെൻ യു ആർ വെയറിംഗ്, പ്ലീസ് ഗോ ടു ദ ഓർത്തഡോണ്ടിസ്റ്റ് ആൻഡ് ഗോ ഫോർ 3 months ആൻഡ് ദെൻ ഇടയ്ക്കിടയ്ക്ക് 3 മാസം കൂടുമ്പോഴെങ്കിലും ഓർത്തഡോണ്ടിസ്റ്റിനെ പോയി കാണണം. കാര്യം പറഞ്ഞോട്ടെ, അണപ്പല്ല് നഷ്ടമായവർക്ക് പല്ലുകൾ കമ്പി ഇടാൻ പറ്റില്ല എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ചിന്താരീതിയാണ്.
അതിന് കൃത്യമായി ഇംപ്ലാന്റ് അസിസ്റ്റഡ് ഓർത്തഡോണ്ടിക്സ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് തന്നെയുണ്ട്. പുറകിലെ അണപ്പല്ലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ മുന്നിലെ പല്ലുകളെ പുറകോട്ട് നീക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പുറകിലെ പല്ലുകളെ പുറകോട്ട് നീക്കുന്നതിന് വേണ്ടി, മുമ്പിലെ പല്ലുകളെ പുറകോട്ട് നീക്കുന്നതിന് വേണ്ടി പുറകിൽ അണപ്പല്ലുകളില്ലെങ്കിൽ അവിടെ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TAD, ടെമ്പററി ആങ്കറേജ് ഡിവൈസസ്, അല്ലെങ്കിൽ മൈക്രോ ഇംപ്ലാന്റ്സ് എന്ന് ഉപയോഗിക്കുന്ന ചെറിയ സ്ക്രൂസ് ഉണ്ട്. അത് എല്ലിലേക്ക് പിടിപ്പിച്ചതിന് ശേഷം ഈ പല്ലുകളെ പുറകോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പല്ല് കമ്പിയിട്ട് തന്നെ ശരിയാക്കാൻ സാധിക്കും. ഇനി അഥവാ പല്ല് കമ്പിയിടാൻ ഇനി മോണരോഗമോ അങ്ങനെ, കാരണം പല്ലുകൾ, പുറകിലത്തെ പല്ലുകൾ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മറ്റ് മോണരോഗങ്ങളും ഉണ്ടെങ്കിൽ മറ്റ് ചികിത്സാ രീതികളുണ്ട് പല്ലുകളെ പുറകോട്ട് നീക്കുവാൻ വേണ്ടി. സോ വി വർ ടോക്കിംഗ് അബൌട്ട് what happens if the posterior teeth are lost, and then Gundu Varma, can I know about whitening of teeth? Definitely. Okay, now see, if you have actually forwardly placed teeth and if you have lost the back teeth, still we can do treatment with implant assisted orthodontics. We can put micro implants or temporary anchorage devices on the back teeth and then onto the back area, and then pull the front teeth to the back and then still do orthodontics. It used to be very difficult some time back, but now thanks to implant assisted orthodontics we can do it. Both languages. Okay, thank you very much. Now somebody is asking about whitening of teeth. See, everybody wants their teeth whiter, but what you see on this advertisements and things like that is actually whiter teeth just because it is photoshopped or actually color corrected. So what happens is, see, whitening of teeth in itself, just like what you see on a magazine or a newspaper, may not be true in their mouth. That is one thing. Now whitening can be done. See, how do you do a whitening? If you have a stain on your dress, what to do? If it is a white dress, you go for a bleaching. Just like that, you can go for a bleaching. You call it as whitening, you call it as bleaching. Effectively, they use actually nascent oxygen to actually reduce the stains. Faisal Hashim, hi, hello sir. ചോദിക്കുന്നുണ്ട്, hi Faisal. എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ I can actually answer you. അപ്പോൾ we are talking about whitening. Whitening, see, just like a stain on a white dress, we can actually bleach it and then correct it into a whiter color. But what happens with tooth whitening is, thank you once again, 900 people is there. Thank you Suman for putting it. 900 plus people are actually watching our live. If somebody has a query, please ask. We are talking about whitening. We have a laser whitening. What is laser whitening? Basically they use actually very high intensity lasers to actually break down some of the chemicals so that the nascent oxygen goes much more faster into the tooth. There is light ഉപയോഗിച്ചിട്ടുള്ള light emitted light activated chemicals are there. For that they use a blue light, high intensity blue light. പിന്നെ എല്ലാവരും ചോദിക്കും whitening permanent whitening, how it is done. So there are two ways of doing. Either we have to go for a veneer or we have to go for a crown. So some people will ask more about veneers. Can we make it without non-prep veneers? Can we do it with lumineers? Yes, these are much more stabler because when you eat darker food, we have reached 1,000 people. Thank you very much. People are watching this live. Thank you for coming in large numbers. Please ask me questions if you have any doubts about dental queries or anything. ഓർ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1000 പേരോളം കാണുന്നുണ്ട്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ thank you for joining. Guddu Varma, Mintu Chaurasi and all is showing that 1000+ ആയെന്ന്. അപ്പോൾ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, anybody who has got any queries about dentistry, please ask. Somebody has asked about whitening. So whitening, there are 4 types of whitening. Some call it as laser whitening, then there is light activated whitening, then there is home bleach. So basically it's a bleaching options. And whitening also. So now so അങ്ങനത്തെ 3-4 ഓപ്ഷൻസ് ഉണ്ട്.
അത് see natural teeth is much better. പക്ഷേ ഈ whitening when you do it with bleaching, any of these home bleach ആണെങ്കിലും clinical bleach ആണെങ്കിലും അതിനകത്ത് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ലൈക്ക് most of the Indians use turmeric in their food or even colored food like most if you go for a butter chicken or if you go for any beetroot or something like that, what happens is all these pigments can actually get into the tooth. Actually we make small pores ഇതിനകത്ത് ചെറിയ ചെറിയ സുഷിരങ്ങൾ കെമിക്കൽസ് ഉപയോഗിച്ചുണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നേസൻ്റ് ഓക്സിജൻ അപ്പം തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വളരെ ഹൈ ഇൻറ്റൻസിറ്റിയിൽ ഓക്സിജനാണ് അകത്തേക്ക് വിടുന്നത്. ക്ലോറിൻ ബ്ലീച്ച് അല്ല ഉപയോഗിക്കുന്നത്, ഓക്സിജനേറ്റഡ് ബ്ലീച്ചസ് ആണ് വായിക്കകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ അകത്ത് ചെന്നിട്ട് ഇതിനെ വൈറ്റ് ആക്കി എടുക്കുകയാണ്. പക്ഷേ ആ സുഷിരങ്ങളിലൂടെ പിന്നെയും കളറായിട്ടുള്ള ഫുഡ് അകത്ത് കയറി പോകാം. ആ കളേർഡ് ഫുഡ് അകത്ത് കയറി കഴിയുമ്പോൾ ഇറ്റ് ക്യാൻ ബിക്കം ഡാർക്കർ. So permanent bleach is a much better option in the Indian context. Most of the people who are in the abroad, they don't use our turmeric or colored food just like what we do. Whether it is a jalebi, whether you are having some butter chicken, we might be eating a lot of colored foods. And even chai, our chai, which is actually the tea. Harsh Kushava, love you so much, sir. God bless you. Thank you. God bless you too. So now, see, all these hats off to you, sir. Thank you, Angel. So we are talking about whitening. So whitening can be done in many ways. Basically, clinic bleach, home bleach. Clinic bleach can be of light activated or laser activated. And Shivani Chauhan, best of the best experience here with you, sir. Thank you, Shivani. Continue watching. If you have some, Joseph, I have already put. Now my teeth is coming up. Now my dentist said that again you can't put the clip. This is possible. Definitely. She's asking a relevant question here. See, somebody has put a clip and one of the tooth is actually coming up. Can we put the clip once again? Definitely, you have to go to an orthodontist and get it, and we can actually do it once again and correct that one tooth which is actually popping out during your retention phase. So actually we can correct it. If it is a very small thing, you can actually correct it in നമ്മളുടെ റീറ്റെയിലർ ഉപയോഗിച്ച് തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അത് പല്ല് കമ്പി ഇട്ടിട്ട് കഴിഞ്ഞു പോയി, if it has moved really far, we can actually correct it in a shorter period than your full orthodontic treatment. ഒരു പ്രാവശ്യം കൂടെ ക്ലിപ്പ് ഇടുന്നതിന് ഒരു പ്രശ്നവുമില്ല. മറ്റൊരു നല്ല സ്പെഷ്യലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്തെടുക്കാം. വി ക്യാൻ ആക്ച്വലി കറക്റ്റ് ഇറ്റ് ആൻഡ് with another set of orthodontic treatment. It may not take that much of time. You don't have to worry that you have to wear it for 18 months or something. Since it is one tooth, we can actually correct it in 6 or 7 months time. So പല്ല് വീണ്ടും ഇടാൻ പറ്റില്ല എന്ന് അതേ ഡോക്ടർ പറയുന്നത് ആ ഡോക്ടറിൻ്റെ കയ്യിൽ കാശ് പോകുമെന്ന് ഓർത്തിട്ടായിരിക്കാം. അതുകൊണ്ട് മറ്റൊരു നല്ല ഓർത്തഡോണ്ടിസ്റ്റിനെ തന്നെ കാണാം. താങ്ക് യു. ദർ ആർ 841 people watching as per this thing. We have actually crossed 1,000 people. If you have any queries, ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പല്ലുകളെ പറ്റിയോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ, if you can ask me. Actually, Harsh Kushava, really you made this mic, and thank you, Harsh. I'm watching your comment too. So if you have any queries, if you can put it as a comment, I can actually give you. Shivani Chauhan, thank you, Shivani, and Harsh, and some people have been watching all this for quite some time. Thank you. They have been giving some heads up on how many people are watching also. Thank you very much. So എന്താണെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ലൈവിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആർക്കെങ്കിലും ഫ്രണ്ട്സിനോ ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് എല്ലാവർക്കും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, if you can subscribe, we can actually cross the magical number of 20,000. Now today itself 19,500 people have subscribed our channel. So many people have watched. More than 20 lakh people views are there. So we are very happy that you all have watched and you have given us all the support, even though it's just a dental channel. It's not any entertainment channel, but thank you, Harsh Kushwa. We are crossing 20,000 today. Thank you. And
give me a full support so that people will understand more about dentistry. There is an English channel for those people who are watching in English. There is a separate English channel called as Wikidondist also, but we have very less subscribers. Malayalam നല്ല ഒരു subscribers amount വന്നു. Thank you very much for those people who have subscribed me on Malayalam, and there are so many people who are actually subscribing in English too. English has not picked up really well as my Malayalam channel. നമുക്ക് അവിടെയും ലൈവൊക്കെ ചെയ്ത്, so I'll be doing live even on my English channel, that is Wikidondist, soon. Angel Rai, thank you. We are here to support you, sir. Thank you. When I'm doing my live in English channel also, please support me. CG കമ്പി ഇട്ടതിന് ശേഷം ഒറ്റ കമ്പി അല്ല, ക്ലിയർ അലൈനർ ആണ് ഇട്ടത്. ശേഷം വരണ്ടെന്ന് പറഞ്ഞു, ഇട്ട മതിയെന്ന് പറഞ്ഞു. അലൈനർ എത്ര നാൾ കഴിയുമ്പോൾ ചെയ്യണം? ഒന്ന് സുബി, അത് ക്ലിയർ അലൈനർ അല്ല, ക്ലിയർ റീറ്റെയിനറാണ്. എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ സുതാര്യമായി കാണുന്ന റീറ്റെയിനറാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. അത് ക്ലിയർ അലൈനർ അല്ല. ക്ലിയർ അലൈനർ എന്ന് പറയുന്നത് പല്ലുകൾ താഴ്ത്താൻ ഉപയോഗിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലിയർ റീറ്റെയിനറാണ്. അപ്പോൾ നൗ ഈ ക്ലിയർ റീറ്റെയിനർ ഇനി വരണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിന് നിങ്ങളെ പേടിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഡോക്ടറിനെ തിരിച്ച് കാണും. ഞങ്ങളൊക്കെ കൃത്യം സമയങ്ങളിൽ, താങ്ക് യു രമേശ് തനേജ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്, കൃത്യസമയങ്ങളിൽ 3 മാസം കൂടുമ്പോൾ തിരിച്ച് ഡോക്ടറിനെ പോയി കാണണം. ഞങ്ങളുടെയൊക്കെ ക്ലിനിക്കിൽ എല്ലാ ഡോക്ടേഴ്സിനെയും. രവി പ്രോ, താങ്ക് യു, വണ്ടർഫുൾ. സോ നൗ കൃത്യസമയങ്ങളിൽ ഡോക്ടറിനെ പോയി കാണുകയും ആ പല്ലുകളെ കൃത്യമായ ലെവലിലേക്ക് ആണോ പോകുന്നത്, പല്ല് ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ റീറ്റെയിനർ പൊട്ടിയിട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് ലെറ്റ്സ് സ്പാം 1K ഇൻ ദ ചാറ്റോ, അതെന്താ? ഓക്കെ, രവി പ്രോ 1K. ഓക്കെ, ഏതായാലും 900+ ആൾക്കാരായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ഒന്ന്, ഇഫ് യു ക്യാൻ ആക്ച്വലി like and we have 1000. Okay, my dentist said that there is no space in the teeth, it will not come down. In this case, what should I do? Unnimaya Jason. Okay, Unnimaya Jason, space ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ we have options. ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. പല്ല് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് we can actually either we can expand the arch, then you can get space. Then you can do IPR. IPR എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രോക്സിമൽ റിഡക്ഷൻ എന്ന് വിളിക്കുന്ന കാര്യമാണ്. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ we can actually get more space and then get it corrected. Or ഭയങ്കരമായിട്ട് പല്ല ആവശ്യമുണ്ടെങ്കിൽ we can actually extract it. There is one more option, that is distalization of molars. എന്ന് പറഞ്ഞാൽ പുറകിലേക്ക് മോളാഴ്സിനെ, കാണപ്പല്ലുകളെ പുറകിലേക്ക് തള്ളിക്കൊണ്ട്, പുറകിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് തള്ളുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള ഇതുണ്ട്. നിങ്ങളുടെ പല്ലിന് ഏതാണ് അനുയോജ്യമെന്ന് നോക്കി, whichever is suitable for your mouth, your condition, actually the dentist has to do. There is no reason by saying that we cannot move the teeth backwards. അങ്ങനെ പറയാൻ പറ്റത്തില്ല. പല്ലുകൾ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അത് താഴ്ത്താൻ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഡെൻറ്റിസ്റ്റിനെ കൊണ്ടാണ് ചികിത്സിക്കുന്നത്, എൻ്റെ ഒരു ഓപ്ഷൻ, എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഓർത്തഡോൺസിനോട് പറയാം. സോ we have once again we are some people had dropped, but now we are still having 1,000 people watching. Thank you for all of you who are watching. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് അനേകം പേര് ഇത് കാണുന്നുണ്ട്. കണ്ടതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഐശ്വര്യ പർമാർ, ഗോഡ് ബ്ലെസ് യു ടു. So we have a lot of people who are watching in Malayalam and English. If you have some questions, thank you. 990 people, yeah. So thank you for watching. Please make sure that you all subscribe my channel so that we'll cross the 20,000 mark today before we close this one. Angel Rai, you are amazing, sir. Yes, you are also amazing. You have been watching for some time. So if you have any queries about dental queries, if you have something to do with all these infection management or orthodontics or aligners or any queries, please let me. സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ലൈവിൽ വരാം. ഇനി ഒരു കൃത്യസമയത്ത് ഞാൻ ലൈവിൽ വരാൻ നോക്കാം. I'll come back time. We'll do it more often. There's a lot of support from my subscribers and my viewers. Thank you very much for watching it.
കാണുന്നതിൽ വളരെയധികം സന്തോഷം. ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. അപ്പം we had spoken about spacing between teeth. We have spoken about size of the teeth, how to reduce it. We had spoken about whitening of teeth. We also spoke about some specific relationship to retention after retention treatment after orthodontics. We have spoken a little bit about അലൈനേഴ്സിനെ പറ്റി. ഇസ്രായേലിൽ നിന്നുള്ള പേഷ്യൻ്റ് വന്നുകൊണ്ട് അലൈനേഴ്സിൻ്റെ കാര്യം പറയേണ്ടി വന്നു. കാരണം എൻ്റെ ഒരു പേഷ്യൻ്റാണ് ഇടയ്ക്ക് വന്നത്, 10ാമത്തെ അലൈനറായി. അന്നേരത്തേക്ക് നല്ല വ്യത്യാസം വന്നു എന്ന് പറയുന്നു. 10ാമത്തെ അലൈനർ എന്ന് പറഞ്ഞാൽ വെറും 5 മാസത്തെ ട്രീറ്റ്മെൻറ്റാണ്. 5 മാസത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പല്ല് കമ്പി ഇടുമ്പോൾ 1.5 years ഒക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാൾ താഴെ ഒരു ജസ്റ്റ് 5 മാസം കൊണ്ട് തന്നെ ഭയങ്കര നല്ല വ്യത്യാസം വന്നെന്ന് എൻ്റെ ലൈവിൽ തന്നെ വന്ന് എൻ്റെ ഒരു പേഷ്യൻ്റ് പറയണ്ടായി. എനിക്ക് വളരെയധികം സന്തോഷമായി. അപ്പോൾ aligners have been giving me patients from all across the world. നമ്മളുടെ ക്ലിനിക്കിൽ 62 രാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ there used to be people from 62 different countries. Citizens of 62 different countries had come to my clinic pre-COVID, and post-COVID the numbers are reducing, has reduced drastically because people are not traveling. വരാത്തത് കൊണ്ട് സങ്കടമായിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ പല്ലു ഡോക്ടർ എന്നുള്ള ചാനൽ തുടങ്ങാൻ കാരണം. പല്ലു ഡോക്ടർ തുടങ്ങി അനേകം പേര് പല്ലുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. കാരണം കുറച്ച് സമയം കൂടുതൽ നമുക്ക് ഫ്രീ ആയിട്ട് ഏഞ്ചൽ റൈറ്റ്. ദിസ് ഇസ് നെവർ മൈ എക്സ്പീരിയൻസ് അറ്റ് ഓൾ. മൈ ഡെന്റിസ്റ്റ് ഹാസ് ഓൾറെഡി സ്റ്റാർട്ട് മീ ഇൻ ദ germs and made me feel like a deserve and abuse done to the tooth. Okay, see that is what is happening, Angel. Most of the people are scared of the dentist. Some people are worried about the pain. Some people are worried about, some dentists have acted rude. I don't know. Unnimaya Joseph, doctor, where is your clinic? My clinic is at Marine Drive, Kochi, at GCDA complex, Marine Drive, Kochi. That is where I am doing my live. Actually, if you want to see the clinic inside, you can see from there. Actually, today we are not working. I am just here. Nobody else is there. Muhammad Afzal, hi. So Nimaya, you are always welcome to come and visit us. There are bad experiences. Angel Rai was telling that. Hi, Muhammad Afzal. Our Angel Rai was asking that there is little bit of worry about her dentist. I don't know where she is. Actually, you can come down to Cochin. We can get you treated and give you a better smile and a better experience. But good to Arma. I am probably one here too who wants to become a dental hygienist. I have done dream 6 years old. Okay, thank you, Afzal. Thank you so much. So somebody wants to become a dental hygienist. Dental hygienist is a good job. Actually, we have dental hygienists across. There is a scope for dental hygienists, especially globally, because they are the one. Thank you, Mohammad Afzal. Good message. Okay, dental hygienist has very big scope, especially abroad. We have a lot of dentists here, but abroad there is a lack of dentists there. So actually, dental hygienist job is actually a very good job. It actually keeps the mouth much more cleaner. We have a lot of scope in dental hygienist also. So all the best for your dream. You should join a dental hygienist course, and if it is possible, either try it in Canada or Australia. Then it will be much more easier, and also you will get much more remunerated. So thank you, Guddu Verma. You have asked me a question. Most of the people are worried about going to the dentist. Because they might have a bad experience. It may be a bad day for the dentist, or അന്നേ ദിവസമായിരിക്കും ഡെൻറ്റിസ്റ്റിൻ്റെ കഷ്ടകാലത്തിന് അവൻ എന്തെങ്കിലും വഴക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് വന്നിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങളോട് ചിലപ്പോൾ മോശം രീതിയിൽ സംസാരിച്ചത്. പക്ഷേ നോട്ട് എവറി ഡേ ഈസ് ലൈക്ക് ദാറ്റ്. റെഗുലർലി. So that we comments. Thank you all for watching. It's my pleasure that you all came. We are crossing 42 minutes and we still have 881 people watching, and we have got very good likes and we have got some comments.
This is my first time in the on live, and I thank you എല്ലാവർക്കും വളരെയധികം നന്ദി. സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നതിനും വളരെയധികം പേര്. Devi Pro, my teeth are clean with this instrument. Thank you very much for this wonderful and caring hygienist Edina Natural Dentistry. Okay, somebody has telling thanks to an Edina, somebody who has done a very good cleaning for him. നല്ല ഡെൻറ്റിസ്റ്റുമാർ എല്ലായിടത്തും ഉണ്ട്, വളരെ അനേകം ഡെൻറ്റിസ്റ്റുമാരുണ്ട്, അവരെല്ലാവരും. ദേവി പ്രോ, താങ്ക് യു. അപ്പോൾ see, there are so many people who are happy about their dentist. There are very good dentists across India, across the globe. So let's make sure that everybody has a great smile. Make sure that you spread this message. ഇടയ്ക്കിടയ്ക്ക് വന്ന് I'll come regularly on channel and then give you live, because you have given an amazing support. Thank you once again for doing this for me. This video will be there on the YouTube as a recorded video. Thank you very much. Thank you once again for all the great support you have given. We have we have crossed 43 minutes and there is some internet glitches, so I am forced to stop it. Thank you very much. Have a wonderful day. Have a great smile. Thank you.